നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാലിശ്ശേരി ഞെരിശ്ശേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി വേല മഹോത്സവം ഭക്തിസാന്ദ്രമായി. ചടങ്ങുകളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പത്രിക പ്രകാശനം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു. മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങേറിയ തിരുവാതിരക്കളി ശ്രദ്ധേയമായി. മകരഭരണിയുടെയും കാർത്തികവേലയുടെയും 3-ാം ദിവസം വിവിധ തിരുവാതിരക്കളി സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് പരിപാടി അരങ്ങേറിയത്. വാർത്തകൾ വിശദമായി. പാലിശ്ശേരി ഞെരിശ്ശേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി വേല മഹോത്സവം ഭക്തിസാന്ദ്രമായി. ചടങ്ങുകളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വേലകൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് വർണ്ണാഭമായി. ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തുടർന്ന് നടക്കൽപ്പറ, ദീപാരാധന എന്നിവയുമുണ്ടായിരുന്നു. പുലർച്ചെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വേലവരവും കൂട്ടിയെഴുന്നള്ളിപ്പുമുണ്ട്. ചെറുശ്ശേരി കുട്ടന്മാരാരുടെ പ്രാമാണികത്വത്തിലാണ് മേളം. മഹാ അന്നദാനവും ഉണ്ടായിരുന്നു. ബുധനാഴ്ച ധാരികമുടി, വേട്ടുവവേല, കാളകളി എന്നിവ നടക്കും. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പത്രിക പ്രകാശനം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു. നമ്മുടെ ശിവരാത്രി സംബന്ധിച്ചിടത്തോളം അവണിശ്ശേരിയുടെ അല്ലെങ്കിൽ എല്ലാ നാനാഭാഗങ്ങളിൽ നിന്ന് കൊടിയേറ്റം മുതൽ എല്ലാ പരിപാടികൾക്കും ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും നേരത്തെ ഇങ്ങനൊരു ബ്രോഷർ പ്രകാശനം ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നിയില്ല. കാരണം നമ്മുടെ അവിടെയൊക്കെ 7 ദിവസം പരിപാടികൾക്ക് വരുന്ന ആളുകൾക്ക് പലപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിവൊന്നും ഇല്ലാതെ അവർക്ക് ഈ ശിവരാത്രിയുടെ ചടങ്ങായിട്ടാണ് വരാറ്. അപ്പോൾ ഇത് വളരെ നേരത്തെ ആരംഭിക്കേണ്ട ഒരു കാര്യം. എന്തായാലും ഇത് ഇത്തരം വിവരങ്ങൾ ആളുകളിലേക്ക് എത്താൻ ഇത്തരം ഈ പറഞ്ഞ ബ്രോഷർ സഹായിക്കട്ടെ. കൂടുതൽ തെളിമയോടെ വരും വർഷങ്ങളിലും ആളുകളിലേക്ക് ഇതിൻ്റെ വിവരങ്ങൾ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ കൂടി ഓരോ ദിവസവും അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ സെറ്റുകൾ, ഇത്തരം കാര്യങ്ങളൊന്നും എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രകാശനം എന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ഭാഗങ്ങളിലും ഈ ബ്രോഷറുകൾ എത്തുക എന്നുള്ളത്. ആറാട്ടുപുഴ പെരുവനംപുരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എ കുമാരൻ പത്രിക ഏറ്റുവാങ്ങി. അതങ്ങനെയാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം. ഏതായാലും ഇവിടുത്തെ നാട്ടുകാരും ഭക്തജനങ്ങളും ക്ഷേത്ര ഭാരവാഹികളും എല്ലാം ചേർന്ന് ഇതേവരെ നല്ല രീതിയിൽ ഇവിടുത്തെ ആഘോഷങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇനിയും നടത്താൻ സാധിക്കണം. അത് നമ്മൾ സജീവമായിട്ട് മുമ്പോട്ട് വന്നാലേ സാധിക്കുള്ളൂ. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജീവ് കണ്ണാറ,
സെക്രട്ടറി ER ജയചന്ദ്രൻ, ട്രഷറർ അരവിന്ദാക്ഷൻ കർത്താവ്, നാരായണൻ, TK രാമകൃഷ്ണൻ, വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങേറിയ തിരുവാതിരക്കളി ശ്രദ്ധേയമായി. മകരഭരണിയുടെയും കാർത്തികവേലയുടെയും 3-ാം ദിവസം വിവിധ തിരുവാതിരക്കളി സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് പരിപാടി അരങ്ങേറിയത്. ഭരണി ദിവസമായ ബുധനാഴ്ച രാവിലെ നവകം, പഞ്ചഗവ്യം എന്നിവയുണ്ടാകും. രാവിലെ 9-ന് എഴുന്നള്ളിപ്പ്. മേളത്തിന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും പെരുവനം സതീശന്മാരാരും നേതൃത്വം നൽകും. വൈകിട്ട് 3-ന് എഴുന്നള്ളിപ്പുണ്ടാകും. പരക്കാട് തങ്കപ്പന്മാരാരുടെയും പെരുവനം സതീശന്മാരാരുടെയും പ്രമാണികത്വത്തിൽ മേളം അകമ്പടിയാകും. വൈകിട്ട് 6:30-ന് നിറമാല, 7-ന് തായമ്പക, രാത്രി 8:30-ന് പട്ടും താലിയും എഴുന്നള്ളിപ്പ്. രാത്രി 9-ന് പെരുവനം ശിവന്മാരാർ നയിക്കുന്ന മേളത്തിന്റെ അകമ്പടിയോടെ താലപ്പൊലിയോടുകൂടിയ എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. 6-ാം ദിവസമായ വ്യാഴാഴ്ചയാണ് കാർത്തികവേല. ചേർപ്പ് മുത്തുള്ളിയാൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ മാത്സ് കാർണിവൽ നടത്തി. പഠനമോ നോട്ടെഴുതലോ പൂർണ്ണമായും ഒഴിവാക്കി സംഘടിപ്പിച്ച ഗണിതോത്സവം കുട്ടികൾ ആഘോഷമാക്കി. വിദ്യാർത്ഥി പ്രതിനിധികൾ, രക്ഷിതാക്കൾ, സ്റ്റാഫ് അംഗങ്ങൾ, മാനേജ്മെന്റ് അംഗങ്ങൾ, പ്രിൻസിപ്പൽ എന്നിവർ മത്സരങ്ങളിൽ പങ്കെടുത്തു. അക്കങ്ങളും പ്ലസും മൈനസും ഗുണിതവും നിറഞ്ഞ 20 ചതുരങ്ങളിലേക്ക് ഗോലിയുരുട്ടി പോയിന്റ് നേടുന്ന മത്സരത്തോടെയാണ് കാർണിവൽ ആരംഭിച്ചത്. പ്രിൻസിപ്പൽ ഉൾപ്പെടെ 26 പേർ ഉദ്ഘാടന മത്സരത്തിൽ പങ്കെടുത്തു. അധ്യാപികയായ CS സെറീന 620 പോയിന്റ് നേടി 1-ാം സ്ഥാനം നേടിയപ്പോൾ PTA പ്രസിഡന്റായ ഫസീല 560 പോയിന്റ് നേടി 2-ാം സ്ഥാനവും, വിദ്യാർത്ഥി പ്രതിനിധിയായ CS മുഹമ്മദ് ഫാസിൽ 440 പോയിന്റ് നേടി 3-ാം സ്ഥാനവും, മാനേജ്മെന്റ് സെക്രട്ടറി KK അബ്ദുള്ള 400 പോയിന്റ് നേടി 4-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഡോക്ടർ ജവഹർലാൽ PM അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനേജ്മെന്റ് ട്രസ്റ്റ് ട്രഷറർ മുഹമ്മദ് ഹാജി, HM മേരി ഷൈന ജോൺസൺ, PRO അർഷദ് അയ്യൂബ് എന്നിവർ സംസാരിച്ചു. ഗണിതാധ്യാപിക MA അഞ്ജു കാർണിവൽ കോർഡിനേറ്ററും PM ഷെറിൻ സഹ കോർഡിനേറ്ററുമായിരുന്നു. PTA പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ, വൈസ് പ്രസിഡന്റ് അശ്വതി, അധ്യാപികമാരായ TS ഷിഫാനത്ത്, നൂർജഹാൻ, ഷാനവാസ്, NR ജിഷ്മ, സ്കൂൾ ഹെഡ് ബോയ് ഹിഷാൻ മുഹമ്മദ് ജസീം, ഹെഡ് ഗേൾ PF ഫർസാന, ഡെപ്യൂട്ടി ഹെഡ് ബോയ് MS സൗമിക് എന്നിവർ നേതൃത്വം നൽകി. ലക്ഷങ്ങൾ മുടക്കി ആരംഭിച്ച പദ്ധതി ഭരണമുന്നണിയിലെ പോരുമൂലം ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ പാഴാകുന്നതായി ആക്ഷേപം. നാട്ടുകാർ ജലക്ഷാമത്തിൽ വലയുമ്പോൾ കല്ലങ്കര കുടിവെള്ള പദ്ധതി പൂർത്തിയായിട്ടും ഉദ്ഘാടനം വൈകുന്നത് CPI മുന്നണികളിലെ പോരുമൂലമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി. താന്യം ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ കല്ലങ്കരമാട് നിവാസികളുടെ കാലങ്ങളായുള്ള കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായാണ് കല്ലങ്കര കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷവും ഗ്രാമപഞ്ചായത്തിന്റെ 12,54,100 രൂപയും ഉൾപ്പെടെ 27,54,100 രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമായിട്ടും ഭരണമുന്നണിയിലെ CPI പോരുമൂലം ഉദ്ഘാടനം നീളുകയാണെന്നാണ് ആക്ഷേപം. പ്രാദേശികമായി സംഘാടക സമിതി രൂപീകരിച്ച് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഉദ്ഘാടന തീയതി തീരുമാനിച്ച് ശിലാഫലകവും സ്ഥാപിച്ച ശേഷമാണ് ഉദ്ഘാടനം മാറ്റിവെച്ചതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ജനോപകാരപ്രദമായ പദ്ധതിയുടെ ഉദ്ഘാടനം നീട്ടിക്കൊണ്ടുപോകാതെ ജനങ്ങൾക്ക് ഉടൻ ഉപയോഗപ്രദമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധവും സംഘടിപ്പിച്ചു. കുടിവെള്ള പദ്ധതി പ്രദേശത്ത് നടന്ന പ്രതിഷേധം കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറൈൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപയും താന്യം ഗ്രാമപഞ്ചായത്തിന്റെ 12,54,100 രൂപയും ചെലവഴിച്ചാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ 30 വീട്ടുകാർക്കാണ് ആദ്യം 22 വീട്ടുകാരാണ് ആ പദ്ധതിയിൽ പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ 30 വീട്ടുകാരാണ് ആ പദ്ധതിയിൽ പെടുന്നത്. ആ പദ്ധതി പൂർത്തീകരിച്ചിട്ട് ഏകദേശം 1.5 മാസത്തോളമായി. ഈ പ്രദേശത്തെ ഏറ്റവും രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവിക്കുന്ന കുടിവെള്ളം കിട്ടാത്ത ഒരു ഏരിയ കൂടിയാണ് ഈ കല്ലങ്കര മാട് പ്രദേശം.
അവരുടെ ഒരുപാട് കാലത്തെ മുറവിളിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കി പൂർത്തീകരിക്കുന്നത്. ആ പദ്ധതി നടപ്പിലാക്കി അത് അവർക്ക് തുറന്നു കൊടുക്കാൻ ബാക്കി എല്ലാ സാങ്കേതിക വശങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. അത് തുറന്നു കൊടുക്കാൻ ഇവിടുത്തെ ഭരണകക്ഷിയിലെ ഇരു മുന്നണികളും തമ്മിലുള്ള പോരിൻ്റെ പുറത്താണ് അത് നടക്കാത്തത്. അതിലാണ് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ഒരു ചെറിയൊരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. എത്രയും വേഗം അത് പ്രാവർത്തികമാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് തന്നെയാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെയും അഭിപ്രായം. കാരണം ഈ ഇത്രയും നല്ലൊരു കുടിവെള്ള പദ്ധതി കൊണ്ടുവന്ന് അത് ഇവിടുത്തെ സാധാരണക്കാരായ കൂലിവേലക്കാരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നൊരു ഏരിയയാണ് ഈ പ്രദേശം. അവർക്ക് നിത്യം വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അതാത് പഞ്ചായത്തുകളുടെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനപ്രതിനിധികളുടെ ദൗത്യമാണ്. മണ്ഡലം പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജോസഫ് തേക്കാനത്ത, വിജയലക്ഷ്മി, ജോഷി കൊല്ലാറ, എം കെ ശ്രീധരൻ, അഷ്റഫ് എന്നിവർ സംസാരിച്ചു. പഴുവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിന്റെ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് ഒരു പൊൻതൂവൽ കൂടി. വേൾഡ് ടീൻ പാർലമെന്റിലേക്ക് സ്കൂൾ വിദ്യാർത്ഥിനി ഷേഹ ഷസ്ന തിരഞ്ഞെടുക്കപ്പെട്ടു. യുനെസ്കോയുടെ പിന്തുണയുള്ള കൗമാരക്കാരുടെ സംഘടനയാണ് വേൾഡ് ടീൻ പാർലമെന്റ്. ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 10 വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഷേഹ എന്നത് സ്കൂളിനും അഭിമാനകരമായ നേട്ടമായി. ലോകത്തിൽ നിന്നാകെ വേൾഡ് ടീൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ആകെ 100 വിദ്യാർത്ഥികൾ മാത്രമാണ്. നേരത്തെയും വിവിധ പാഠ്യേതര അവാർഡുകൾ കൂടി കരസ്ഥമാക്കി സ്കൂളിന്റെ അഭിമാനമാണ് ഷേഹ ഷസ്ന. മികച്ച വിദ്യാലയത്തിനുള്ള ഗ്ലോബൽ എഡ്യൂക്കേഷൻ അവാർഡ്, FAP നാഷണൽ അവാർഡ് എന്നിവ നേടിയ പഴുവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിന്റെ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് ഒരു പൊൻതൂവൽ കൂടി ചാർത്തിയിരിക്കുകയാണ് 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷേഹ ഷസ്ന. വലപ്പാട് ബീച്ച് അരയമ്പറമ്പിൽ ക്ഷേത്ര മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. കൊടിയേറ്റ് മുതൽ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ആഘോഷപൂർവ്വമായ പരിപാടികളാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളതെന്ന് ക്ഷേത്ര ഭരണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച തന്ത്രിവര്യൻ നാരായണൻകുട്ടിയുടെയും ക്ഷേത്രം ശാന്തി മുരളിയുടെയും കാർമ്മികത്വത്തിൽ ഉത്സവം കൊടിയേറി. ക്ഷേത്രം രക്ഷാധികാരി AP ഗിരിജാശങ്കർ, പ്രസിഡന്റ് AM പ്രേംഭൂഷൺ, സെക്രട്ടറി AB രാജീവ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ക്ഷേത്രത്തിൽ ശിവലിംഗ പ്രതിഷ്ഠയും നടന്നു. ഈ മാസം 8-നാണ് വിളക്കു മഹോത്സവം. 9 രാവിലെ ശിവേലി, ഉച്ചതിരിഞ്ഞ് 5 ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ്, വൈകിട്ട് 7 വർണ്ണമഴ എന്നിവയുണ്ടാകും. 10 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഉച്ചാറൽ പൂരത്തോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. വാർത്താസമ്മേളനത്തിൽ ഭരണസമിതി സെക്രട്ടറി രാജീവ്, അംഗങ്ങളായ രജിത്, ജിജു, ഷീജ ബാബു എന്നിവർ പങ്കെടുത്തു. വൈകിട്ട് 6 മണിക്ക് തിരുവാതിരക്കളിയും അതിനുശേഷം ദേവിക്കളവും ഉണ്ടായിരുന്നു. ഇന്ന് 6 മണിക്ക് വിഷ്ണുനായരുടെ കളം, പിന്നെ ഈ സംഗീത കച്ചേരിയുണ്ട്. പ്രതാപൻ എങ്ങനെയും നയിക്കുന്ന സംഗീത കച്ചേരി ഉണ്ടായിരിക്കുന്നത്. പിന്നെ നാളെ നാഗക്കളം, അഷ്ടനാഗക്കളാണ്. അഷ്ടനാഗക്കളം കഴിഞ്ഞാൽ 5-ാം തീയതി, 4-ാം തീയതി അഷ്ടനാഗക്കളം, 6-ാം തീയതി, 7-ാം തീയതിയൊക്കെ പരിപാടി, 8-ാം തീയതി വിളക്ക് മഹോത്സവം. വിളക്ക് മഹോത്സവം കഴിഞ്ഞ് 9-ാം തീയതിയാണ് മകര 27 അരയമ്പറമ്പിൽ ക്ഷേത്ര മഹോത്സവം. രാവിലെ 9 മണിക്ക് ശിവേലി, അതിനുശേഷം പ്രസാദകൂട്ട് 12 മണി തൊട്ട് 2 മണി വരെ പ്രസാദകൂട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം 3 മണിക്ക് വീണ്ടും പൂരം എഴുന്നള്ളിപ്പ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അന്തിക്കാട് മേഖലാ കമ്മിറ്റി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇന്ത്യ സ്റ്റോറി നാടക കലാജാഥയ്ക്ക് സ്വീകരണം നൽകി. ആലപ്പാട് ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു സ്വീകരണം സംഘടിപ്പിച്ചത്. ചെയർമാൻ KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജാഥ മാനേജർ തങ്കച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി കൺവീനർ KV ഷാജിലാൽ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി ദിവാകരൻ മാഷ്, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KV ഇന്ദുലാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പരിഷത്ത് അംഗങ്ങൾ അവതരിപ്പിച്ച ഇന്ത്യ സ്റ്റോറി നാടകം അരങ്ങേറി. കുന്നംകുളത്ത് നടന്ന സീനിയേഴ്സ് നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെച്ച് ബിൻസി മോഹൻ. കാലിനേറ്റ പരിക്ക് വകവയ്ക്കാതെ 4 മെഡലുകളാണ് ബിൻസി നേടിയത്. 400 മീറ്റർ റിലേയിൽ 1 സ്വർണ്ണ മെഡലും 100, 400 മീറ്റർ ഓട്ടത്തിൽ 2 വെള്ളിയും 200 മീറ്ററിൽ വെങ്കല മെഡലുമാണ് കേരളത്തിനു വേണ്ടി ബിൻസി മോഹൻ കരസ്ഥമാക്കിയത്. BSNL JTO ആയ ബിൻസി തൃപ്രയാർ സ്വദേശി വാഴക്കുളത്ത് മോഹനന്റെ മകളാണ്. നാട്ടിക അത്ലറ്റിക് അക്കാദമിയിലെ കണ്ണൻ മാഷിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം.
മതിലകം പുതിയ കാവിൽ കാർ മരത്തിലിടിച്ച് 4 പേർക്ക് പരിക്ക്. ഗുരുവായൂരിൽ പോയി മടങ്ങിവരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു. പെരുമ്പാവൂർ സ്വദേശികളായ അരുൺകുമാർ, ഷീല, പത്മിനി, ആതിര എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിൽ പോയി മടങ്ങുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിക്കുകയായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണ്ണം ഗ്രാമിന് 7,810 രൂപ, പവന് 62,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാലിശ്ശേരി ഞെരിശ്ശേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി വേല മഹോത്സവം ഭക്തിസാന്ദ്രമായി. ചടങ്ങുകളിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പത്രിക പ്രകാശനം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു. മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങേറിയ തിരുവാതിരക്കളി ശ്രദ്ധേയമായി. മകരഭരണിയുടെയും കാർത്തികവേലയുടെയും 3ാം ദിവസം വിവിധ തിരുവാതിരക്കളി സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് പരിപാടി അരങ്ങേറിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.